ഹലോ കൊച്ചു കൂട്ടുകാരെ, ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, മഴവില്ല് നിങ്ങൾക്ക് ഇഷ്ടമാണോ? മഴവില്ലിൽ എത്ര കളറുകളുണ്ട്? അതെ, ശരി ഉത്തരം 7. ഏതൊക്കെയാണ് ആ 7 കളറുകൾ? നമുക്കൊന്ന് പറഞ്ഞാലോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതെ, ഈ മഴവില്ല് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണികകളിലൂടെ പ്രകാശം കടന്നു പോവുകയും അത് ചിന്നിച്ചിതറി പോകുമ്പോഴുമാണ് ഈ മഴവില്ല് എന്ന പ്രതിഭാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും മഴവില്ല് നാം കാണുമ്പോൾ അതൊരു അർദ്ധവൃത്താകൃതിയിലാണ് കാണുന്നത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ മഴവില്ല് ഒരു വൃത്താകൃതിയിലാണ് നിലകൊള്ളുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഈ മഴവില്ലിന് സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്താകൃതി നാം കാണുന്നത്. എന്നാൽ വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം മഴവില്ല് കാണുന്നത് എങ്കിൽ അതിനെ ഒരു പൂർണ്ണ വൃത്താകൃതിയിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ മഴവില്ലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നമുക്കൊരു മഴവിൽ ടാസ്ക് ചെയ്താലോ? നിങ്ങൾ റെഡിയാണോ? ശരി, നമുക്ക് പോകാം. അങ്ങനെ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ മഴവിൽ ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം. റെയിൻബോ കിഡ്, അതാണ് ഞാൻ ആ ടാസ്കിന് ഇട്ടിരിക്കുന്ന പേര്. എന്താണ് ഈ ടാസ്ക് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാലോ. നമുക്ക് 7 ടാസ്കുകളാണ് ഈ റെയിൻബോ കിഡ് ആകാനായിട്ട് വേണ്ടത്. 7 ടാസ്കുകളിൽ നമ്മുടെ ആദ്യത്തെ ടാസ്കാണ് മോർണിംഗ് ആൻഡ് നൈറ്റ് പ്രയർ എന്ന് പറയുന്ന ടാസ്ക്. ഈ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം രാവിലെ എഴുന്നേറ്റതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് മുൻപും 7 ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതാണ് നമ്മുടെ ഈ ടാസ്കിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ: 1. പഠിക്കുവാനുള്ള ഓർമ്മശക്തി ലഭിക്കുന്നതിന് നാം പ്രാർത്ഥിക്കണം. 2. മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ഒടുവിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചും നാം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷം നാം എന്ത് ചെയ്യണം? സുവിശേഷങ്ങളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ട സുവിശേഷങ്ങളിൽ നിന്ന് 10 വാക്യം നിങ്ങൾ വായിക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നോ മൊബൈൽ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ നോ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനാവശ്യങ്ങൾക്കല്ലാതെ നാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനേ പാടില്ല, പ്രത്യേകിച്ച് 7 ദിവസം. ഈ 7 ദിവസങ്ങളിൽ പഠന കാര്യങ്ങൾക്കല്ലാതെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ കാർട്ടൂണുകൾ കാണാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒന്നും നാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ്. ഇതാണ് നമ്മുടെ ടാസ്ക്. എന്താണ് ഈ ലവ് ടാസ്കിലുള്ളത്? നാം ആരോടും വഴക്കിടാതെ, നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ അയൽപ്പക്കത്തുള്ളവരോടും അല്ലെങ്കിൽ നാം കളിക്കാൻ പോകുന്ന ഇടങ്ങളിലും എല്ലാം അവിടെ ഒന്നും വഴക്കിടാതെ നാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ടാസ്ക്. 7 ദിവസങ്ങൾ ഇത് പൂർത്തീകരിക്കണം കേട്ടോ. നാലാമത്തെ നമ്മുടെ ടാസ്കാണ് മൈ പാരൻസ്. നാലാമത്തെ നമ്മുടെ ടാസ്ക് ഏതാ? മൈ പാരൻസ്. ഇതിലെങ്ങനെയാണ് നാം ചെയ്യുന്നത്? നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് എന്തോ അത് നാം അനുസരിക്കണം. ഈ 7 ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് ഒരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആയിട്ട് നാം ഇരിക്കണം. അഞ്ചാമത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മൈ ഹോംവർക്കാണ്. നമ്മുടെ ഹോംവർക്കാണ് നമ്മുടെ അഞ്ചാമത്തെ ടാസ്ക്. 7 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഹോംവർക്കും പെൻഡിങ് വയ്ക്കാതെ എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് നാം നമ്മുടെ ഹോംവർക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ടാസ്ക്. കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് നമ്മുടെ ആറാമത്തെ ടാസ്കാണ് മൈ പ്ലേ ഗ്രൗണ്ട്. ഈ ടാസ്കിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്കൂർ നാം നമ്മുടെ കൂട്ടുകാരുമായിട്ട് കളിസ്ഥലത്ത് ചെലവിടണം. 7 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസം 7 മണിക്കൂർ അല്ല കേട്ടോ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയമെടുത്ത് ചിലപ്പോൾ അരമണിക്കൂറാവാം ഒരു ദിവസം കളിക്കുവാനായിട്ട് സാധിക്കുന്നത്, ചിലപ്പോൾ 1 മണിക്കൂറാകാം. അങ്ങനെ മൊത്തം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ 6ാമത്തെ ടാസ്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 7ാമത്തതും അവസാനത്തേതുമായ നമ്മുടെ ടാസ്ക്. ഈ ടാസ്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? മുകളിൽ പറഞ്ഞ 6 ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 7ാമത്തെ ടാസ്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 6 ടാസ്കുകളും പൂർത്തീകരിച്ചതിന് ശേഷം നാം ഞായറാഴ്ച വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ്, തിരശ്ശീല വലിക്കുന്നതിന് മുൻപ് പള്ളിയിൽ പോയി വാക്യവും പ്രതിവാക്യവുമായി കുർബാനയുടെ അവസാനം വരെ ചെലവിടുന്നതാണ്, കുർബാനയിൽ പങ്കുചേരുന്നതാണ് നമ്മുടെ 7ാമത്തേതായ ടാസ്ക്. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ടാസ്കിനെ പറ്റി നമ്മൾ വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇനി നമുക്ക് ഈ ടാസ്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു റെയിൻബോ ക്രൗൺ ഉണ്ടാക്കിയാലോ? ഒരു മഴവില്ലിൻ്റെ കിരീടം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഉണ്ടാക്കാം. വരൂ. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമുക്ക് നമ്മുടെ റെയിൻബോ ക്രൗൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തൊക്കെ വേണം എന്ന് നിങ്ങൾക്കറിയാം. ഇതിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ പകുതി മാത്രമേ ആവശ്യമുള്ളൂ. അത് കാരണം ഞാൻ ചാർട്ട് പേപ്പറിൻ്റെ പകുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ ആക്കിയിട്ട് ചാർട്ട് പേപ്പർ ഒന്ന് പകുതി ആക്കിയതിന് ശേഷം ഒരു 10 സെൻറ്റിമീറ്റർ മധ്യഭാഗത്ത്, സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുക. അതുപോലെ തന്നെ ചാർട്ടിൻ്റെ ഇരുവശത്തും 5 സെൻറ്റിമീറ്റർ വീതം നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് ഏകദേശം അടിഭാഗത്ത് ഇത് സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം 10 സെൻറ്റിമീറ്റർ നേരത്തെ നാം മാർക്ക് ചെയ്തിരുന്നുവല്ലോ, ആ ഭാഗം ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴത്തോട്ട് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഒരു 7 മാർക്കിങ് നമുക്ക് ആവശ്യമുണ്ട്. ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് 1, 2, 3, 4, 5, 6, 7. അങ്ങനെ 7 മാർക്കിങ് നാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ അളവിലും നാം സ്ഥാനമുറപ്പിച്ച് ഇരുവശത്തേക്കും വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ 7 റെയിൻബോ ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 അറ്റവും നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തിരുന്നു. ഇതിനെ നേരെ ഇവിടെ നമ്മൾ മുട്ടിക്കണം. കാരണം നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ പേപ്പർ, കിരീടത്തിനുള്ള, നമ്മുടെ ക്രൗണിനുള്ള ഇത് നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഈ 2 സൈഡും നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ക്രൗൺ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം.
അങ്ങനെ നാം വെട്ടിയെടുത്ത ക്രൗൺ നിങ്ങൾക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ എൻ്റെ തലയുടെ സൈസിന് അനുസരിച്ച് ഞാൻ സൈസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത്. നാം ഇവിടെ 7 റൗണ്ട് ഹാഫ് സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ സർക്കിളിൻ്റെ ഭാഗത്തും നമ്മൾ നമ്പർ ഇടുക. 1 to 7, 1 മുതൽ 7 വരെ നമ്മൾ നമ്പർ ഇടുക. 1 2 3 4 5 6 7 അങ്ങനെ നമ്മളൊരു 7 നമ്പർ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ അല്ലെങ്കിൽ മെയിൻ കണ്ടൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നമുക്ക് 7 ടാസ്കുകളുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഈ 7 ടാസ്കുകളിൽ ഓരോ ടാസ്കുകളും കഴിയുമ്പോൾ നാം 1 മുതൽ 7 വരെ ടാസ്കുകൾ ഇട്ടിരുന്നു. ഇതിൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും നാം എന്ത് ചെയ്യണം? ഇതിൽ ഈ ഓരോ നമ്പറിനും നാം കളർ കൊടുക്കണം. അത് ഏത് സൈസിൽ? വെബ്ജിയോർ എന്ന ഓർഡറിലായിരിക്കണം നാം കളർ ചെയ്യേണ്ടത്. മഴവില്ലിൻ്റെ നിറത്തിലായിരിക്കണം നാം കളർ ചെയ്യേണ്ടത്. നമുക്കറിയാം വെബ്ജിയോർ കളർ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ കളറായിട്ട് ഓരോ നമ്പറിലും ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം? ആദ്യത്തെ കളറ് നമ്പർ 1 നമ്മൾ കളർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ വയലറ്റ് കളർ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കളർ വേണ്ടത് ഇൻഡിഗോ കളറാണ്. അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം, കംപ്ലീറ്റഡ് ആയതിന് ശേഷം നാം രണ്ടാമത്തെ റെയിൻബോ ഇതിൽ കോളത്തിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാണ്, കളർ ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത കളർ ഉപയോഗിക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ കളർ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്പർ 3 തേർഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിതിൽ കളർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കളർ ചെയ്യാനായിട്ട് പറ്റും. ഇനി 4ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രം നാം ഗ്രീൻ കളർ നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 4ാമത്തെ ടാസ്ക് കംപ്ലീറ്റഡ് ആകുമ്പോൾ നമ്മൾ 4 കളർ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോ, 5ാമത്തെ ടാസ്ക് കഴിയുമ്പോൾ നമുക്ക് യെല്ലോ കളർ ഇതിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ 5ാമത്തെ ടാസ്ക് കഴിഞ്ഞ് 6ാമത്തെ ടാസ്ക് കംപ്ലീറ്റഡ് ആകുമ്പോൾ നമ്മൾ ഓറഞ്ച് കളർ ഇതിൽ അപ്ലൈ ചെയ്യാം.
അങ്ങനെ 6 ടാസ്ക് നമ്മുടെ കംപ്ലീറ്റഡ് ആയി. ഇനി 7ാമത്തെയും നമ്മുടെ അവസാനത്തേതുമായ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആകുമ്പോൾ കുർബാന കഴിഞ്ഞ് നാം വീട്ടിലെത്തിയതിന് ശേഷം മാത്രം 7ാമത്തെ ഈ കളത്തിൽ നാം കളർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 7 ടാസ്കുകളും കംപ്ലീറ്റഡ് ആയി. അങ്ങനെ കംപ്ലീറ്റഡ് ആയപ്പോൾ നമുക്കിങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു റെയിൻബോ ക്രൗൺ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഫ്രീ സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കുരിശ് വരയ്ക്കാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ ചിത്രം നമുക്ക് ഇവിടെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ആ കുരിശിന് നൽകാനായിട്ട് സാധിക്കും. കുരിശിന് ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ റെയിൻബോ ക്രൗണിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ കാണാം വളരെ മനോഹരമായിട്ട് തന്നെ നാം നമ്മുടെ ക്രൗൺ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ നമ്മുടെ തലയുടെ അളവ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഈ തലയുടെ അളവിൽ നമ്മൾ ഏകദേശം വെച്ചതിന് ശേഷം ആ ഭാഗത്ത് ഒരല്പം പശ തേക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പശ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാപ്ലർ അടിക്കാം. സ്റ്റാപ്ലർ അടിക്കുമ്പോൾ പുറത്തേക്കായിട്ട് വേണം അടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഉള്ളിൽ പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലും നമ്മൾ സ്റ്റാപ്ലർ അടിക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ റെയിൻബോ ക്രൗണിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ക്രൗൺ അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. കൂട്ടുകാരെ, വളരെ നന്നായിട്ടുണ്ട് അല്ലേ? എനിക്കറിയാം നല്ല ഭംഗിയുണ്ടായിരിക്കുമെന്ന്. ഇതിനേക്കാളും ഭംഗിയാണ് നമ്മുടെ 7 ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ക്രൗൺ വയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുക. 7 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പല കളറുകളും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വാക്സ് കളറാണ്, ക്രയോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻസോ അല്ലെങ്കിൽ മറ്റേ ഫാബ്രിക് പെയിൻറ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ഇതിൽ യൂസ് ചെയ്യാം. അങ്ങനെ വെബ്ജിയോർ അടിസ്ഥാനപ്പെടുത്തി വെബ്ജിയോർ ക്രമത്തിൽ നിങ്ങൾ കളർ ചെയ്ത് ഈ ക്രൗൺ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം കൂടെയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ ഒരു ചിത്രമെടുത്ത് ഈ ക്രൗൺ വെച്ച് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ക്രൗൺ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ചിത്രം കൽദായ മീഡിയയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കണം. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ചിത്രം എടുത്ത് അയക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം ഈ ടാസ്കുകളുടെ സമയം അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ടൈം എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 6 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 7ാം ദിവസത്തെ കുർബാനയും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ഈ ക്രൗൺ കളർ ചെയ്ത് ഇതുപോലെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ ക്രൗൺ വെച്ചിട്ട് വേണം കൽദായ മീഡിയയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ ചിത്രം അയക്കുവാനായിട്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ഈ ഫോട്ടോകൾ ഞങ്ങൾ കൽദായ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോട്ടോയ്ക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം അയച്ചു കൊടുത്തുകൊണ്ട് കൂടുതൽ ലൈക്ക് ചെയ്യുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൽദായ മീഡിയയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ചിത്രത്തിന് ലൈക്ക് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും അധികം ലൈക്ക് കിട്ടുന്ന കുട്ടിക്ക് കൽദായ മീഡിയയുടെ ഒരു സമ്മാനവും നൽകുന്നതായിരിക്കും. ഈ സമ്മാനം നൽകുന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ലൈക്ക് കൗണ്ട് ചെയ്യുന്ന അവസാന ദിവസം എന്നത് 2024 ജൂലൈ മാസം 14-ാം തീയതി ഞായറാഴ്ച രാത്രി 5 മണിക്കാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ആ സമയം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ പരിചയക്കാർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ ചിത്രം കൽദായ മീഡിയയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ കയറി ആ ചിത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന കുട്ടിക്കായിരിക്കും സമ്മാനം ഉണ്ടായിരിക്കുക. കൂട്ടുകാരെ,
ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് നിങ്ങളുടെ സ്വന്തം ടോമച്ചൻ. അതുവരയ്ക്കും ബൈ.